പാകിസ്ഥാന്റെ ആർമി ഭീരു ഇൻ ചീഫ് അസീം മുനീറിന്റെ നേതൃത്വത്തിൽ കാബൂളിലെ ഒരു ഹോസ്പിറ്റലിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് ബോംബ് വർഷിച്ചു. 400-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. നൂറുകണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റു. മാർച്ച് 16 രാത്രി 9 മണിയോടെ റമദാൻ നോമ്പ് തുറന്നതിന് ശേഷം ജെറ്റ് വന്ന് ബോംബ് വർഷിക്കുകയായിരുന്നു. ഇപ്പോൾ വരുന്ന ന്യൂസ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് റബ്ബിളിൽ നിന്ന് ദേഹങ്ങൾ പുറത്തെടുക്കുന്ന ഭയാനകമായ കാഴ്ചയാണ്. ആശുപത്രി തകർന്നു. രോഗികളും സ്റ്റാഫുകളും ഒരുമിച്ച് കുടുങ്ങി. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ഇതിനെ യുദ്ധക്കുറ്റം എന്ന് വിശേഷിപ്പിച്ച് ശക്തമായി അപലപിച്ചു. ഹോസ്പിറ്റലുകൾ ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത് എന്നാണ് യുദ്ധനീതി. ലോകം മുഴുവൻ പ്രതിഷേധിക്കണമെന്നും ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു. അഫ്ഗാൻ ക്രിക്കറ്റ് സൂപ്പർ താരം റഷീദ് ഖാൻ പറഞ്ഞത്, റമദാനിൽ വീടുകളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും ബോംബ് ചെയ്യുന്ന യുദ്ധക്കുറ്റമാണ്. യുവാക്കളെ ചികിത്സയ്ക്കായി വന്ന ഒരു സ്ഥലത്ത് അവരെ കൊല്ലുന്നത് അപാര ക്രൂരതയാണ്. UN അന്വേഷണം നടത്തണം. പാകിസ്ഥാൻ ആർമി ഇതിനു മുമ്പും പല പ്രാവശ്യം അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ ഏരിയകളിൽ ആക്രമണം നടത്തുന്നത് പതിവാണ്. പക്ഷേ ഗാസയിൽ ദിനംപ്രതി പ്രതിഷേധിക്കുന്നവർ ഇപ്പോൾ പരിപൂർണ മൗനം പാലിക്കുകയാണ്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എങ്ങനെ ഇവർക്ക് തുടരാൻ കഴിയുന്നു? ഗാസയ്ക്ക് വേണ്ടി പ്രതിഷേധിക്കണം, ഓഫ് കോഴ്സ്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ ചെയ്യുന്ന കുറ്റങ്ങളും നമ്മൾ പ്രതിഷേധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിരൽ ചൂണ്ടാനുള്ള അവകാശമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെറുമൊരു ഹിപ്പോക്രൈറ്റ് ആയിട്ട് മാറുവാണ്. ഏതായാലും പാകിസ്ഥാന്റെ വളരെ ബാർബറിക് ആയിട്ടുള്ള ഈ ആക്ഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ ചേർക്കുക. നമസ്കാരം.